മഞ്ഞുപാളികൾ പുതച്ചുറങ്ങുന്ന ഗ്രീൻലാൻഡ് എന്ന ആർട്ടിക് ദ്വീപിനെ ചൊല്ലി ലോകരാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ലോകത്തിന്റെ വടക്കേയറ്റത്ത് 80% മഞ്ഞുപാളികളാൽ മൂടപ്പെട്ട ഒരു കൂറ്റൻ ദ്വീപ്, അതാണ് ഗ്രീൻലാൻഡ്. ഇന്ന് ഈ പ്രദേശം ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. ഡെൻമാർക്കിന്റെ കീഴിലുള്ള ഈ സ്വയംഭരണ പ്രദേശം സ്വന്തമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന നീക്കങ്ങൾ ലോകത്തെയാകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഗ്രീൻലാൻഡിന്റെ ചരിത്രം? എന്തുകൊണ്ടാണ് അമേരിക്ക ഈ മഞ്ഞുനാടിനായി ഇത്രയധികം വാശിപിടിക്കുന്നത്? നമുക്ക് നോക്കാം. ഗ്രീൻലാൻഡിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കാനഡയിൽ നിന്ന് കുടിയേറിയ ഇന്യൂട്ട് വിഭാഗക്കാരിലൂടെയാണ്. 10ാം നൂറ്റാണ്ടിൽ വൈക്കിംഗ് വംശജനായ എറിക് ദ റെഡ് ആണ് ഈ ദ്വീപിന് ഗ്രീൻലാൻഡ് എന്ന് പേരിട്ടത്. 1721-ൽ ഡെൻമാർക്ക് ഈ പ്രദേശത്തെ തങ്ങളുടെ കോളനിയാക്കി മാറ്റി. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനി ഡെൻമാർക്കിനെ കീഴടക്കിയതോടെ ഗ്രീൻലാൻഡിന്റെ സംരക്ഷണം അമേരിക്ക ഏറ്റെടുത്തു. യുദ്ധാനന്തരം 1953-ൽ ഡെൻമാർക്ക് ഗ്രീൻലാൻഡിനെ ഒരു കോളനി എന്ന പദവിയിൽ നിന്ന് മാറ്റി തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി. എങ്കിലും സ്വയംഭരണത്തിനായുള്ള പോരാട്ടം തുടർന്ന ഗ്രീൻലാൻഡിന് 2009-ൽ കൂടുതൽ ആഭ്യന്തര അധികാരങ്ങൾ ലഭിച്ചു. അമേരിക്ക ഗ്രീൻലാൻഡിനെ ലക്ഷ്യം വയ്ക്കുന്നത് ഇതാദ്യമായല്ല. 1867-ൽ അലാസ്ക റഷ്യയിൽ നിന്ന് വാങ്ങിയതിന് പിന്നാലെ ഗ്രീൻലാൻഡും ഐസ്ലാൻഡും വാങ്ങാൻ അമേരിക്ക ശ്രമിച്ചിരുന്നു. പിന്നീട് 1946-ൽ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ $100 മില്യൺ ഗ്രീൻലാൻഡ് വാങ്ങാൻ ഡെൻമാർക്കിന് ഔദ്യോഗികമായി വാഗ്ദാനം നൽകി. എന്നാൽ അന്ന് ഡെൻമാർക്ക് അത് നിരസിച്ചു. 2019-ൽ തന്റെ 1ാം ഭരണകാലത്തും ഡൊണാൾഡ് ട്രംപ് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ 2026-ൽ ട്രംപ് ഇതിനായി ഇത്രയധികം സമ്മർദ്ദം ചെലുത്തുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ആദ്യത്തേത് തന്ത്രപ്രധാനമായ സ്ഥാനം തന്നെയാണ്. റഷ്യയ്ക്കും അമേരിക്കയ്ക്കുമിടയിലുള്ള ആർട്ടിക് മേഖലയിലെ ഏറ്റവും വലിയ ഭൂപ്രദേശമാണ് ഗ്രീൻലാൻഡ്. ആഗോളതാപനം മൂലം ആർട്ടിക്കിലെ മഞ്ഞുരുകുമ്പോൾ പുതിയ കപ്പൽപാതകൾ തുറക്കപ്പെടുകയാണ്. ഈ പാതകളെ നിയന്ത്രിക്കാനും റഷ്യയുടെയും ചൈനയുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കാനും ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നിലവിൽ ഗ്രീൻലാൻഡിലെ പിറ്റുഫിക് സ്പേസ് ബേസ് അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടെല്ലാണ്. മറ്റൊരു പ്രധാന കാരണം അപൂർവ ധാതുശേഖരമാണ്. സ്മാർട്ട് ഫോണുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, അത്യാധുനിക ആയുധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനു വേണ്ട ധാതുക്കളാൽ സമ്പന്നമാണ് ഈ മഞ്ഞുപാളികൾക്ക് താഴെയുള്ള മണ്ണ്. നിലവിൽ ഈ മേഖലയിലുള്ള ചൈനയുടെ ആധിപത്യം തകർക്കാൻ ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് സാധിക്കും. എന്നാൽ ഇതിനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ പ്രദേശം വിലയ്ക്ക് വാങ്ങുന്ന കാലം കഴിഞ്ഞുപോയിരിക്കുന്നു. ഗ്രീൻലാൻഡിലെ ജനങ്ങളുടെ ആഗ്രഹത്തിനാണ് മുൻഗണന നൽകേണ്ടത്. ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് ഡെൻമാർക്കും ഗ്രീൻലാൻഡ് ഭരണകൂടവും ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. ഇതിനായി സൈനിക ശക്തി ഉപയോഗിക്കുമെന്ന വൈറ്റ് ഹൌസിന്റെ സൂചനകൾ ഒരു വലിയ നയതന്ത്ര പ്രതിസന്ധിക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമായാൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഭീകരമായിരിക്കും. അമേരിക്ക ഡെൻമാർക്കിനെതിരെ സൈനിക നീക്കം നടത്തിയാൽ അത് നാറ്റോ സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ദശാബ്ദങ്ങൾ നീണ്ട സൗഹൃദം ഇല്ലാതാവും. കൂടാതെ ഗ്രീൻലാൻഡിലെ പരിസ്ഥിതിലോലമായ പ്രദേശങ്ങളിൽ ഖനനം നടത്തുന്നത് ആഗോളതാപനം വർദ്ധിപ്പിക്കാനും ആർട്ടിക് പരിസ്ഥിതി തകർക്കാനും ഇടയാക്കും. ലോകരാജ്യങ്ങളെല്ലാം ട്രംപിന്റെ ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഡെൻമാർക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക ഒരു ആഗോള ശക്തിയെന്ന നിലയിൽ നിന്ന് മാറി ഒരു അധിനിവേശ ശക്തിയായി മാറുന്നു എന്ന വിമർശനമാണ് ഉയരുന്നത്. ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാട് പോലെ ഗ്രീൻലാൻഡിനെ കാണുന്ന ട്രംപിന്റെ നീക്കം വിജയിക്കുമോ, അതോ ഇതൊരു വലിയ ലോകമഹായുദ്ധത്തിന് വഴിമരുന്നിടുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം. ഗ്രീൻലാൻഡിനായുള്ള അമേരിക്കയുടെ തിരക്കിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് ചൈനയാണ്. ചൈന തങ്ങളെ ഒരു സമീപ ആർട്ടിക് രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രീൻലാൻഡിലെ വിമാനത്താവളങ്ങൾ നിർമ്മിക്കാനും ഖനന പദ്ധതികളിൽ നിക്ഷേപിക്കാനും ചൈന ശ്രമിച്ചിരുന്നു. എന്നാൽ ഇത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് കണ്ട് അമേരിക്കൻ സമ്മർദ്ദത്താൽ ഡെൻമാർക്ക് ആ നീക്കങ്ങൾ തടഞ്ഞിരിക്കുന്നു. ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമായാൽ ആർട്ടിക്കിൽ ചൈനയുടെ സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാക്കാൻ വാഷിംഗ്ടണിന് സാധിക്കും. ആർട്ടിക് സിൽക്ക് റോഡ് ഭൂമിയിലെ മഞ്ഞുരുകുന്നതോടെ ആർട്ടിക് സമുദ്രത്തിലൂടെ പുതിയ കപ്പൽപാതകൾ രൂപപ്പെടുകയാണ്. നിലവിൽ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകാൻ സുയസ് കനാൽ വഴിയുള്ള ദൈർഘ്യമേറിയ പാതയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഗ്രീൻലാൻഡിന് മുകളിലൂടെയുള്ള പാത തുറന്നാൽ യാത്രാദൂരം ഏകദേശം 40% വരെ കുറയും.
ഈ പാതയുടെ നിയന്ത്രണം കൈക്കലാക്കുന്ന രാജ്യം ഭാവിയിലെ ആഗോള വ്യാപാരത്തിന്റെ ഗതി നിയന്ത്രിക്കുന്ന രാജ്യമായി മാറും. ഗ്രീൻലാൻഡിലെ ജനങ്ങളുടെ നിലപാട്. ഏകദേശം 56,000 ആളുകൾ മാത്രമാണ് ഗ്രീൻലാൻഡിൽ താമസിക്കുന്നത്. ഇതിൽ ഭൂരിപക്ഷവും ഇന്യൂട്ട് വർഗ്ഗക്കാരാണ്. ഇവർക്ക് ഡെൻമാർക്കിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടണമെന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ഡെൻമാർക്ക് നൽകുന്ന സാമ്പത്തിക സഹായമായ പ്രതിവർഷം ഏകദേശം $600 മില്യൺ ഇല്ലാതെ ഗ്രീൻലാൻഡിന് നിലനിൽപ്പില്ല. അമേരിക്ക ഈ തുക നൽകാമെന്നും തങ്ങളുടെ ഭാഗമായാൽ വലിയ വികസനം കൊണ്ടുവരാമെന്നും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കച്ചവട വസ്തുവായി മാറാൻ തങ്ങൾ തയ്യാറല്ലെന്നാണ് അവിടുത്തെ ജനവികാരം. നിയമപരമായ തടസ്സങ്ങൾ. 1945-ൽ ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നതിനു ശേഷം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ പ്രദേശം വിലയ്ക്ക് വാങ്ങുന്നത് അത്ര എളുപ്പമല്ല. സ്വയം നിർണയാധികാരം എന്ന അന്താരാഷ്ട്ര നിയമമനുസരിച്ച് അവിടുത്തെ ജനങ്ങളുടെ സമ്മതമില്ലാതെ ഇത്തരമൊരു കൈമാറ്റം സാധ്യമല്ല. ഡെൻമാർക്ക് പാർലമെന്റിന്റെയും ഗ്രീൻലാൻഡ് അസംബ്ലിയുടെയും അംഗീകാരവും ഇതിനാവശ്യമാണ്. ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് തന്ത്രം. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ട്രംപ് കാണുന്നത് ഗ്രീൻലാൻഡിനെ ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലായിട്ടാണ്. അലാസ്ക റഷ്യയിൽ നിന്ന് വാങ്ങിയപ്പോൾ അന്ന് പലരും അതിനെ പരിഹസിച്ചിരുന്നു. എന്നാൽ ഇന്ന് അലാസ്കയിലെ എണ്ണ നിക്ഷേപവും തന്ത്രപ്രധാന സ്ഥാനവും അമേരിക്കയ്ക്ക് എത്രത്തോളം ലാഭകരമാണെന്ന് ലോകത്തിനറിയാം. ഇതേ ചരിത്രം ആവർത്തിക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. പ്രതിസന്ധികൾ. ഡെൻമാർക്ക് ഒരു നാറ്റോ അംഗമാണ്. അമേരിക്ക സ്വന്തം സഖ്യകക്ഷിക്കെതിരെ ഭീഷണി മുഴക്കുന്നത് നാറ്റോയുടെ കെട്ടുറപ്പിനെ ബാധിക്കും. അമേരിക്ക ഗ്രീൻലാൻഡിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചാൽ റഷ്യ ആർട്ടിക് മേഖലയിൽ കൂടുതൽ മിസൈലുകളും ആണവ അന്തർവാഹിനികളും വിന്യസിക്കാൻ നിർബന്ധിതരാകും. വൻതോതിലുള്ള ഖനനവും സൈനിക നീക്കങ്ങളും ആർട്ടിക് മേഖലയിലെ മഞ്ഞുരുകൽ വേഗത്തിലാക്കും. ചുരുക്കത്തിൽ, ഗ്രീൻലാൻഡ് എന്നത് വെറുമൊരു മഞ്ഞുപാളിയല്ല, മറിച്ച് 21-ാം നൂറ്റാണ്ടിലെ ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്ന ഏറ്റവും വലിയ തന്ത്രപ്രധാന കേന്ദ്രമാണ്. ഒരു വശത്ത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയും ചൈനയെയും റഷ്യയെയും പ്രതിരോധിക്കാനുള്ള അവരുടെ തിടുക്കവും, മറുവശത്ത് സ്വന്തം മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഗ്രീൻലാൻഡ് ജനതയുടെ ആഗ്രഹവും ഡെൻമാർക്കിന്റെ പരമാധികാരവും. ഇവ രണ്ടും തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിനാണ് ലോകമിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കം കേവലമൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമായി ഒതുങ്ങുമോ, അതോ ചരിത്രത്തിൽ അലാസ്ക വാങ്ങിയതുപോലെ അമേരിക്കയുടെ മറ്റൊരു മാസ്റ്റർ സ്ട്രോക്കായി മാറുമോ എന്നത് കാലം തെളിയിക്കേണ്ടതാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്. വരും വർഷങ്ങളിൽ ആർട്ടിക് മേഖലയിലെ മഞ്ഞുരുകുന്നതിനേക്കാൾ വേഗത്തിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ മാറിമറിയാൻ ഈ ഗ്രീൻലാൻഡ് മോഹം കാരണമാകും. പ്രകൃതി വിഭവങ്ങൾക്കും അധികാരത്തിനും വേണ്ടി വൻശക്തികൾ നടത്തുന്ന ഈ വടംവലിയിൽ ഗ്രീൻലാൻഡ് എന്ന ഈ അതിമനോഹരമായ ദ്വീപിന്റെയും അവിടുത്തെ ജനതയുടെയും ഭാവി എന്താകും? ലോകമുറ്റുനോക്കുന്ന വലിയൊരു ചോദ്യചിഹ്നമായി ഗ്രീൻലാൻഡ് ഇന്നും വടക്കേയറ്റത്ത് മഞ്ഞുപുതച്ചു നിൽക്കുന്നു.